Today we are discussing about electromagnetic waves. Electromagnetic waves are time-varying electric and magnetic fields that propagate in space. ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്ന ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്, സ്പേസിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെ ഒരു കമ്പൈൻഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ കമ്പൈൻഡ് ഫോമിനെയാണ് നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദേ ആർ വൺ ഓഫ് ദി പ്രഡിക്ഷൻസ് ഓഫ് മാക്സ്വെൽസ് ഇക്വേഷൻസ്. മാക്സ്വെല്ലാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രഡിക്ഷൻസൊക്കെ നടത്തിയത്. ഹേർട്സിൻ്റെ എക്സ്പെരിമെൻ്റാണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ എക്സിസ്റ്റൻസ് കൺഫേം ചെയ്തത്. ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിനെ നമ്മൾ സ്പാർക്ക് ഗ്യാപ്പ് ഓസിലേറ്റർ എന്നാണ് പറയുന്നത്. ജെസിബോസ് പ്രൊഡ്യൂസ്ഡ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓഫ് സ്മോളർ വേവ് ലെങ്ത് 5 mm to 25 mm. As we know, he is an Indian scientist. And Marconi discovered that electromagnetic wave can radiate up to several kilometers. Now we move on to displacement current. From Maxwell's correction to Ampere's circuital law. ആംപിയർ സർക്യൂട്ടൽ ലോയ്ക്ക് ഒരു കറക്ഷൻ കൊടുത്തു മാക്സ്വെൽ. അങ്ങനെ പുതിയൊരു ഇക്വേഷനിലേക്ക് എത്തി. ദ ടോട്ടൽ കറണ്ട് ഐ ഈസ് ദ സം ഓഫ് കണ്ടക്ഷൻ കറണ്ട് ഡിനോട്ടഡ് ബൈ ഐ സി ആൻഡ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ഡിനോട്ടഡ് ബൈ ഐ ഡി. ദാറ്റ് ഈസ് I is equal to IC plus ID is equal to IC plus epsilon 0 d phi E by dt. ID is equal to epsilon 0 d phi E by dt. This ID is known as displacement current. And this displacement current is due to changing electric field, or it is due to electric displacement, and this current is called displacement current or Maxwell's displacement current. The current carried by conductors due to flow of charges is called conduction current. So we can say that the total current is the sum of conduction current and displacement current. Thus the generalized Ampere circuital law is known as Ampere-Maxwell law, and it is given by integral B dot dl is equal to mu 0 IC plus mu 0 epsilon 0 d phi E by dt. നമുക്കറിയാം ആംപിയർ സർക്യൂട്ടൽ ലോ എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു മ്യൂ 0 IC എന്നായിരുന്നു. ഇവിടെ according to Maxwell's correction, it is modified as integral b dot dl is equal to mu 0 IC plus mu 0 epsilon 0 d phi E by dt. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അത് കണ്ടക്ഷൻ കറണ്ട് മാത്രമല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് കൂടെ, രണ്ടിൻ്റെയും കൂടെ സമ്മാണ്. ഇത് കപ്പാസിറ്ററിൻ്റെയൊക്കെ കേസിലാണ് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റ്സിനിടയിൽ നമുക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്, അതായത് ഗ്യാപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാപ്പിനിടയിലുള്ള ആ കറണ്ടിനെ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നാണ് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് എന്നൊരു പുതിയ കോൺസെപ്റ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഈ പുതിയ ഐഡിയയെ നമ്മൾ പറയുന്നത് മാക്സ്വെൽസ് കറക്ഷൻ ടു ആംപിയേഴ്സ് ലോ അല്ലെങ്കിൽ ആംപിയർ മാക്സ്വെൽ ലോ എന്നാണ്. നൗ നേച്ചർ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. An electric charge oscillating with a frequency produces an electromagnetic waves of same frequency. ഒരു ഓസിലേറ്റിംഗ് ഇലക്ട്രിക് ചാർജാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിത്ത് ദ സെയിം ഫ്രീക്വൻസി. The electric and magnetic fields in an electromagnetic waves are perpendicular to each other
and to the direction of propagation. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡയറക്ഷൻ നമ്മൾ ഫിഗറിൽ കാണുന്നുണ്ട്. പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ ആസ് ഷോൺ ഇൻ ഫിഗർ. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് ഇവയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലായിരിക്കും. Now, electric and magnetic fields are represented as Ex is equal to E0 sin kz minus omega t and By is equal to B0 sin kz minus omega t. Here, k is related to wavelength lambda of the wave by the equation k is equal to 2 pi by lambda. The speed of propagation of the wave is given by omega by k. The magnitude of electric and magnetic fields in the electromagnetic waves are related as B0 is equal to E0 by c. Pressure exerted by an electromagnetic wave is called radiation pressure. നമ്മളൊരു ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രൊപ്പഗേഷനാണ് ഫിഗറിൽ കണ്ടത്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സിൻ്റെ റെപ്രസെൻറ്റേഷൻ ഈസ് ഗിവൺ. ദെൻ ഇതിൻ്റെ ഒരു വേവ് പാറ്റേൺ നമ്മൾ ഒബ്സർവ് ചെയ്തു. വേവ് നമ്പർ കെ, അതുപോലെ തന്നെ സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്, ഇവയെല്ലാം പരിചയപ്പെട്ടു. സോ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് എന്നതെന്താണെന്ന് ഈ പോയിൻറ്റ്സിലൂടെ മനസ്സിലാക്കി വരികയായിരുന്നു. Now, properties of electromagnetic waves. Electromagnetic waves are self-sustaining oscillations of electric and magnetic fields in free space or vacuum. They show transverse wave nature. Transverse wave nature ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്. No material medium is needed for its propagation. നമുക്കറിയാം ലൈറ്റ് ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്. ലൈറ്റിന് മെറ്റീരിയൽ മീഡിയം ഈസ് നോട്ട് നീഡഡ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആർ നോട്ട് ഡിഫ്ലക്റ്റഡ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഇൻ എനി മീഡിയ ഈസ് ഗിവൺ ബൈ v is equal to 1/√ of mu epsilon. Electromagnetic waves are polarized. Electromagnetic waves carry energy and momentum like other waves. The total energy transferred to a surface in time t is u. Total energy നമ്മൾ u എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Then the magnitude of total momentum delivered to this surface is given by P is equal to u by c. Now, electromagnetic spectrum. ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിൻ്റെ അവയുടെ വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസിയുടെ ഓർഡറിൽ ആ റേഡിയേഷൻസിൻ്റെ അറേഞ്ച്മെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. സം ഓഫ് ദ വേവ്സ് ഇൻ ഇൻക്രീസിംഗ് ഓഫ് ഫ്രീക്വൻസി ആർ റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ്, അൾട്രാവയലറ്റ്, എക്സ്റേസ്, ഗാമ റേസ്. നമ്മൾ സാധാരണയായി കാണുന്ന സ്പെക്ട്രത്തിലെ ഒരു അറേഞ്ച്മെൻ്റാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഓർത്തു വയ്ക്കാൻ എളുപ്പത്തിന് നമ്മൾ RMI ലെക്സ് G എന്ന് ഡിനോട്ട് ചെയ്യാറുണ്ട്. റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, ഇൻഫ്രാറെഡ്, വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നതിന് പകരം ലൈറ്റ് എന്നർത്ഥത്തിൽ L എന്ന് ഉപയോഗിച്ചിരിക്കുകയാണ്. ദെൻ അൾട്രാവയലറ്റ്, എക്സ്റേസ്, ഗാമ റേസ്. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രമാണ് നമ്മൾ ഫിഗറിൽ കാണുന്നത്. ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും എല്ലാം നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ കണ്ട എല്ലാ വേവ്സിൻ്റെയും ഫ്രീക്വൻസിയും വേവ് ലെങ്ത്തും അതിൻ്റെ ഓർഡറും എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കൃത്യമായി നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ടേബിൾ തന്നെയാണ്. ഇനി ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഓരോ വേവ്സും നമുക്ക് പരിചയപ്പെടാം. First of all, radio waves. Radio waves are produced by accelerated motion of charges in conducting wires. They are used in radio and television communication systems.
They are generally in the frequency range from 500 kHz to about 1000 MHz. The amplitude modulated band is from 530 kHz to 1710 kHz. Higher frequencies up to 54 MHz are used for short wave bands. TV waves range from 54 MHz to 800 MHz. The frequency modulated radio band extends from 88 MHz to 108 MHz. Cellular phones use radio waves to transmit voice communication in the ultra high frequency band. UHF എന്നാണ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നത്. Second one is microwave. Microwaves are produced by special vacuum tubes such as klystrons, magnetrons and gun diodes. ഇങ്ങനെയാണ് വാക്യൂം ട്യൂബ്സിനെ പറയുന്ന പേരുകൾ: ക്ലൈസ്ട്രോൺസ്, മാഗ്നട്രോൺസ് ആൻഡ് ഗൺ ഡയോഡ്സ്. മൈക്രോവേവ്സ് ആർ യൂസ്ഡ് ഫോർ റഡാർ സിസ്റ്റംസ് യൂസ്ഡ് ഇൻ എയർക്രാഫ്റ്റ് നാവിഗേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക. റഡാർ ഓൾസോ പ്രൊവൈഡ്സ് ദ ബേസിസ് ഫോർ ദ സ്പീഡ് ഗൺസ് used to time fast balls, tennis serves and automobiles. Also, we know it is used in microwave ovens. In such ovens, the frequency of microwaves is selected to match the resonant frequency of water molecules so that energy from the waves is transferred efficiently to the kinetic energy of the molecules. This raises the temperature of any food containing water. ഇങ്ങനെയാണ് മൈക്രോവേവ് അവനിൽ കുക്കിംഗ് പോസിബിൾ ആവുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ.